ഞാനിന്നേ ഒരു മുട്ടക്കറി വയ്ക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിൻ്റെ കൂടെ കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് കടുക് വറുത്തു. എന്നിട്ട് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 പച്ചമുളകും കൂടെ ഇട്ട് ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 സവാള, മീഡിയം സൈസ് സവാള ഒന്ന് അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇടാവേ. ഈ സവാള ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട്, എപ്പോഴും സവാള വഴറ്റാനിടുമ്പോൾ ഉപ്പിടണം, എങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് അടച്ചിടാവേ. അടച്ചിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ സവാളയൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. കണ്ടോ, നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു മസാലക്കൂട്ട് ചേർക്കാം. അതിൽ മസാലക്കൂട്ട് ചേർക്കുന്നത് ഞാൻ മല്ലിപ്പൊടി ഇല്ലാതെയാണ് ഇപ്പോൾ മുട്ടക്കറി വയ്ക്കുന്നത്. ഞാൻ ഒരിടത്തു നിന്ന് കണ്ടതാണ്, ഞാൻ കഴിച്ചതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിപ്പൊടി ഇല്ലാതെ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇതിന് നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലോട്ട് ഒന്ന് തട്ടാവേ. ഒരുപാട് മസാലക്കൂട്ടൊന്നും വേണ്ട, ഇത്രയും മതി. നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന ആ സവാളയിലോട്ട് ഒന്ന് തട്ടാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് അടച്ചിടാവേ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ചിടാം. ഇനി തുറന്ന് നോക്കാം. ഇതാണ്ടോ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഒരു വലിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലോട്ടൊന്ന് ചേർക്കാവേ. ഇച്ചിരി വലിയ സൈസാണ് എടുത്ത്, നല്ല പുളിപ്പൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിടാവേ. എന്തും നമ്മൾ അടച്ചിടുമ്പോൾ നല്ലതായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇതാണ്ടോ, നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ്. തിളച്ച വെള്ളം വേണം ഇതിൽ ചേർക്കേണ്ടത്. 1 ഗ്ലാസ് തിളച്ച വെള്ളം, 1 ഗ്ലാസ്സല്ല 1 കപ്പ് തിളച്ച വെള്ളം ഞാനൊന്ന് ഒഴിക്കുവാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് അടച്ചിടാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തുറന്നു നോക്കാം നമുക്ക്. നല്ല ഗ്രേവിയോട് കൂടിയുള്ള ഉള്ളിക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുട്ട ഇനിയേ ഇടത്തുള്ളൂ. നല്ല ഗ്രേവി, നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം ഞാൻ മുട്ട ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ മുട്ടയിലൊന്ന് പിടിച്ച് വരട്ടെ. മസാല കൂട്ടെന്ന് പറഞ്ഞാൽ വേറെ വലുതായിട്ട് മസാല ഒന്നുമില്ല, പെരിഞ്ജീരകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇടില്ല. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ നെയ്യാണ്. 1 സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്തിട്ട് മുട്ടക്കറി വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്ത് മുട്ടക്കറി വയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 നട്ട്സ് ഒന്ന് കുതിർത്തിട്ട് അരച്ച് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ നട്ട്സോ നെയ്യോ ചേർത്തിട്ട് മുട്ടക്കറി വയ്ക്കുമ്പോൾ. അപ്പോൾ നിങ്ങളും മുട്ടക്കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരല്പം നെയ്യോ 2 നട്ട്സോ എന്തെങ്കിലും ഒന്ന് അരച്ച് ചേർത്ത് നിങ്ങളൊന്ന് വച്ച് നോക്കണം. അടിപൊളിയായിരിക്കും മുട്ടക്കറി. ഓക്കെ, ബൈ.